വാമിക്കുട്ടി കിടക്കാഴ്ചയായിട്ട് ഫ്രീക്കായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വാമിക്കുട്ടീനെ കണ്ടോ? വാമിക്കുട്ടി ബീച്ചിൽ ഇറങ്ങാൻ വന്നേക്കുവാണ്. വേഗം പ്രിപ്പയർഡാണ് വാമി. അല്ലേ വാമി? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ഹായ് പറഞ്ഞേ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി വെതർ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു, നമ്മുടെ വാമിക്കുട്ടീനെ കൊണ്ടുപോയി കുറച്ച് ദിവസമായി പറയുന്നത് വിൻ്റർ തുടങ്ങുന്നതിന് മുമ്പ് ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് കറക്കി എടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളിത് ബീച്ചിലൊക്കെ ഇറക്കാനായിട്ട് വാമിക്കുട്ടീനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് കൊണ്ടുവന്നു. വാമിക്കുട്ടി ഇതേക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാമിക്കുട്ടി ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് എവിടേക്കാണ് പോകേണ്ടത് നമുക്ക്? അപ്പോൾ ദേ നമ്മുടെ കൂടെ മീനു ഉണ്ട്. മീനു ഹായ്. പിന്നെ ദേ സിപ്പോ ഉണ്ട്. അപ്പോൾ ദേ സിപ്പോയും മീനും ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കും കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മളിന്ന് എന്തായാലും ബീച്ചിൽ ഇറങ്ങും. കാരണം വിൻ്റർ തുടങ്ങാറായി, അടുത്ത മാസം വിൻ്റർ തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് വാമിക്കുട്ടീനെ ബീച്ചിലെ എക്സ്പീരിയൻസ് നമുക്ക് അറിയിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ബീച്ച് ഇത് കണ്ടോ, ഇവിടെ ഒരു ടൈഡൽ പൂൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ വന്നത്. അവിടെയാണ് വാമിനെ കൊണ്ട് ഇറങ്ങാനായിട്ട് സേഫ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ക്യാമ്പസ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡിലെ നമ്പർ 1 ലിസ്റ്റിങ്ങിൽ ഒരു തവണയല്ല പല തവണ വന്നിട്ടുള്ള ബീച്ചാണ്. നമ്പർ 1 വന്നിട്ടുള്ളത് കേട്ടോ. അത്ര മനോഹരമായൊരു ബീച്ചാണ്. ആ ബീച്ചിൻ്റെ സൈഡിൽ ഒരു ടൈഡൽ പൂളുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ടേബിൾ മൗണ്ടൻ്റെ ഒരു സൈഡ് 12 അപ്പലറ്റ്സ് നിൽക്കുന്ന ആ ഒരു ഏരിയയിലാട്ടോ. അപ്പം ഈ വഴി നേരെ പോയിട്ടുണ്ടെങ്കിലാണ് ചാപ്മാൻ പീക്കൊക്കെ വരുന്നത്. ആ റൂട്ടൊന്നും നമ്മളിതുവരെ കാണിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഷോർട്സിലൊക്കെ ആയിട്ട്. അപ്പം ആ റൂട്ടൊക്കെ നമുക്ക് ചെയ്യണം, വഴിയേ ചെയ്യണം. നമ്മുടെ കിടക്കാച്ചി എപ്പിസോഡ്സ്, നമ്മുടെ ക്യാമ്പിംഗ് എപ്പിസോഡൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയ്ക്ക് നമ്മളൊരു 200 ലൈക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയറൊക്കെ ചെയ്ത് കൊടുത്ത് 200 കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇവിടെ അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറാനായിട്ട്. നല്ല ചൂടില്ലല്ലേ? പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ, പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട്. അപ്പുറത്താണ് മെയിൻ ബീച്ച് വരുന്നത്, നമ്മുടെ ക്യാമ്പസ് ബേ ബീച്ച്. ഇവിടെ ഷോപ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ വീഡിയോ ഇല്ലേ, നമ്മൾ കേപ്പ് ടൗണിൽ ഒരു ദിവസം ഇങ്ങനെ ചിലവാക്കാന്ന് പറഞ്ഞ വീഡിയോ, അതിൻ്റെ ലിങ്ക് കാണാത്തവർക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളത് പോയി കണ്ടോളൂ. അതിൽ നമ്മൾ ഈ ബീച്ചിൻ്റെ കറക്റ്റ് വ്യൂവും ബീച്ചും എല്ലാം അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണാത്തവർ നിങ്ങൾ പോയി കണ്ടോട്ടോ. നല്ല അടിപൊളി വീഡിയോ ആണ്, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം. അവിടെ നിറച്ച ആൾക്കാർ കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ സ്പേസ് ഇല്ല, സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറം, അതായത് നമ്മൾ നിന്നത് നേരത്തെ അപ്പുറത്താണ് നിന്നത്. അപ്പോൾ ഈ ബിൽഡിങ്, അതായത് ഞാൻ പറഞ്ഞില്ല ടോയ്ലറ്റൊക്കെ ഉണ്ടെന്ന്, അതിൻ്റെ തൊട്ടിപ്പുറം നമ്മൾ വന്നു. നോ ജമ്പിങ് ഓഫ് റോക്സ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഇവിടെ 2 കപ്പിൾസ് മാത്രമേ ഇവിടെ കുളിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ തിരമാലില്ല. ഈ ടൈഡൽ പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ കടലിൻ്റെ അവിടെ നിന്ന് ഒരു കെട്ടിയിട്ട് ഇങ്ങനെ കടൽ വെള്ളം തന്നെ കയറി അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് എന്ന രീതിക്ക് ഇട്ടാക്കും. അപ്പം ഇവിടെ കടലിൻ്റെ എല്ലാ സംഭവങ്ങളും എൻജോയ് ചെയ്യാം. വലിയ തിരമാല ഉണ്ടാവില്ല, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാം. എടി മീനും അവരുടെ സാധനങ്ങളാണ് അപ്പുറത്ത് വെച്ചാൽ അവിടെ വയ്ക്കരുത് കേട്ടോ. ഇവിടെ എങ്ങനെ വെച്ചാൽ മതി. ക്യാമ്പസ് ബേയുടെ സൈഡ് നിങ്ങൾ കണ്ടോ, വൈറ്റ് സാൻഡ്, ബ്ലൂ വാട്ടർ, പിന്നെ ദേ ഇവിടെ ഈ റോഡ്സുകളാണ്. പിന്നെ ദേ ഈ 12 അപ്പലറ്റ്സ് മലനിരകളും എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടി. വാവ്, അടിപൊളിയല്ലേ? ആ ലുക്കിൽ നമ്മളിവിടെ ഒരു ബീച്ചിൽ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിടിലം വൈബാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്നത് അവിടെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഇറങ്ങുന്നത് ഇന്ന് വീക്കെൻഡും കൂടി അല്ലാത്തതുകൊണ്ട്, ഇന്ന് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, പിള്ളേരൊന്നുമില്ല. കാരണം സ്കൂൾ വെക്കേഷനോ അല്ലെങ്കിൽ സ്കൂൾ ഹോളിഡേ ഒന്നുമല്ലല്ലോ, അതുകൊണ്ട് പിള്ളേർ സെറ്റൊന്നുമില്ല. എന്നാലും അത്യാവശ്യം തിരക്ക് എന്ന് പറയാനില്ല. മെയിൻ ബീച്ചിൽ തിരക്കുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ബീച്ചിൽ അധികം തിരക്കില്ല, കാരണം വീക്കെൻഡ് ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു തന്നെ. അപ്പം നമുക്ക് ഇറങ്ങാം എന്തായാലും. വാമിക്കുട്ടീനെ ഇറക്കാം എന്തായാലും. നിങ്ങൾ കേപ്പ് ടൗൺ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണോ, ഈ ഒരു ഏരിയ മിസ് ചെയ്യരുത്. ഇതെന്തായാലും മിസ് ആകത്തില്ല. കാരണം ഈ ക്യാമ്പസ് ബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ ഈ ബീച്ചും ഈ ഒരു വ്യൂവും അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തന്നെയാട്ടോ. ഇത് കണ്ടോ, ഈ ഇവിടെ കല്ലുകളൊക്കെ കിടക്കുന്ന നോക്കിയേ, അതിൻ്റെ ഇടയ്ക്ക് കടലടിച്ച് കയറുന്നതും ഈ കടലിൻ്റെ വാട്ടറും ഈ സ്കൈയും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്.
പ്രത്യേകിച്ച് വിന്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ക്ലൗഡി ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫീൽ കിട്ടത്തില്ല. പക്ഷേ ആണെങ്കിൽ സമ്മറിലൊക്കെ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ കണ്ടില്ലേ, നല്ല കാറ്റുണ്ട്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടൊന്നും ഇല്ല കേട്ടോ. ദേ പിള്ളേര് ചാട് നോക്കിക്കണ്ട, അടിപൊളി. അപ്പോൾ ഞങ്ങൾ വാമിക്കുട്ടീനെ വീണ്ടും ഡ്രസ്സ് ചെയ്തു. മറ്റേ നമ്മുടെ ബീച്ച് ഡ്രസ്സ് കണ്ട. വാമിക്കുട്ടി റെഡി? അയ്യോ റെഡി? കം ലെറ്റ്സ് ഗോ. അപ്പോൾ വാമിക്കുട്ടീനെ ഡ്രസ്സൊക്കെ ചെയ്ത് വാമിക്കുട്ടി ഈ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോഴത്തേക്ക് കണ്ട നമ്മൾ തണുപ്പുണ്ടോ എന്നുള്ളത് കാല് തൊട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ. തണുപ്പുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അയ്യോ എൻ്റെ പൊന്നു, എങ്ങനെയുണ്ട്? ഇറ്റ്സ് കോൾഡ്, ഇറ്റ്സ് കോൾഡ് മാമി, ഇറ്റ്സ് കോൾഡ് മാമി, ഇറ്റ്സ് കോൾഡ്. ഈ ഇയർ കവർ ചെയ്തടി, ഇയർ കവറായിട്ടില്ലല്ലോ എടി. ഇയർ കവറായിട്ടില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്ന ഈ ബീച്ചിൽ നോ നോ താങ്ക്സ്, നോട്ട് ഫോർ നൗ. ഇവിടെ വിൽക്കാനായിട്ട്, അതായത് ഈ ചെറിയ ചെറിയ ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കാർഡും അക്സെപ്റ്റ് ചെയ്യും. അവർ കാർഡ് മെഷീനും കൊണ്ടാട്ടോ നടക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ വാമിക്കുട്ടി, വാമിക്കുട്ടി കമോൺ കം. അപ്പോൾ ഞാനും ഡ്രസ്സ് മാറി ഇറങ്ങിയിട്ടാ വാമിക്കുട്ടീനെ കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ട് വരാം. ക്യാമറ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, നല്ല തണുപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കയറിയിട്ടാ, കാരണം ഭയങ്കര തണുപ്പ്. ഇതേ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലയൺസ് ഹെഡ് തല പൊക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന, അപ്പുറത്ത് കാണുന്നത് ടേബിൾ മൗണ്ടൻ്റെ, അതായത് ടേബിൾ മൗണ്ടൻ്റെ ഒരു സൈഡായിട്ട് വരും കേട്ടോ. ഇത് ടേബിൾ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിളിൻ്റെ രീതിയിൽ കാണണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നോക്കിയാലേ കാണത്തുള്ളൂ. സിഗ്നൽ ഹിൽസ് ഈ നമ്മുടെ ലയൺസ് ഹെഡ് ഇപ്പോൾ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ കേപ്പ് ടൗൺ സിറ്റി വരുന്നത് കേട്ടോ. അപ്പം വാമിക്കുട്ടിക്ക് വേണ്ടി വാമിക്കുട്ടിയുടെ ബീച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നുണ്ട്. വാമിക്കുട്ടീൻ്റെ ബീച്ച് ടോയ്സൊക്കെ വെച്ച് നമുക്ക് കളിപ്പിക്കണം എന്തായാലും. ഞാനൊന്നും അപ്പോഴേക്കും ഇറങ്ങിയിട്ട് പറ്റേട്ടോ. എൻ്റെ പൊന്നു ഗൈസ്, വെള്ളത്തിന് നല്ല തണുപ്പാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. അറ്റ്ലാന്റിക് ഓഷനും കൂടി ആയതുകൊണ്ടേ നല്ല തണുപ്പാണ്. സമ്മറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഏകദേശം ഒരു 26 ഡിഗ്രി ഉണ്ട് നമ്മുടെ സിറ്റിയിൽ. ഞങ്ങൾ വിചാരിച്ചു നല്ല ചൂട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഈ സമയത്തേക്ക് വന്നതാണ്. പക്ഷേ ഒരു ഏകദേശം ഒരു 30-32 ഒക്കെ ഉണ്ടെങ്കിലും ഈ വെള്ളത്തിന് തണുപ്പാണ്. അതാണ് പ്രത്യേകത. അറ്റ്ലാന്റിക് ഓഷൻ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ചൂടുള്ള വെള്ളം വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ സൈഡ്, അപ്പുറത്തെ സൈഡ് വേണം, നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ അപ്പുറത്തെ സൈഡ്, ഡർബൻ സൈഡൊക്കെ ഇല്ലേ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളമായിരിക്കും. പക്ഷെ വാമിക്കുട്ടി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ വെള്ളം ഉള്ളൂ. അതുകൊണ്ട് നമ്മള് ടൈഡൽ പൂളിന്റെ സൈഡിൽ തന്നെ 2 സീകളിൽ വന്നിരിക്കും കേട്ടോ. അതേ കണ്ടോ സീകളിനെ, നല്ല ഭംഗിയുണ്ട് ഈ സാധനത്തിനെ കാണാൻ. നമ്മുടെ നാട്ടിലെ കൊക്കൊന്നല്ല, ഇതിനേക്കാൾ ഒരു ചെറിയൊരു സെറ്റപ്പ്, അല്ല നല്ല വൈറ്റും ഒരു ചാര നിറത്തിലും വരുന്ന ഒരു സാധനം കേട്ടോ. നമ്മുടെ നല്ല രസമുള്ള ഒരു പക്ഷിയാണ്. പക്ഷി ഇനത്തെ വിടുന്ന സംഭവമാണ് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കേട്ടോ. അതേ വാമിക്കുട്ടിയാണെങ്കിൽ വാമിക്കുട്ടിയുടെ ടോയ്സ് ഒക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കുവാണ്. വാമിക്കുട്ടിയുടെ ടോയ്സ് ഉണ്ട്, ടോയ്സ്. വാമിക്കുട്ടി ടോയ്സ് കിട്ടിയപ്പോഴാണ് വാമിക്കുട്ടി നോക്കിയത്. കാറ്റൊക്കെ വരുമ്പോഴേക്കും ഒരു ആട്ടം ഉണ്ടല്ലോ വാമിക്കുട്ടി. ഞാനൊന്നും കൂടി ഇറങ്ങാൻ പോലെയാണ് കെട്ടിയിട്ടാകുന്നത്. കണ്ടോ, ഇതാണ് മെയിൻ കടൽ കേട്ടോ. മെയിൻ കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം, അതായത് വെള്ളം ഇത്തിരി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്ന് അടിച്ച് കയറുന്ന വെള്ളമാണ് ഇതിങ്ങനെ ടൈഡൽ പൂൾ എന്നും പറഞ്ഞ് കിടക്കുന്നത്. നമ്മുടെ നാട്ടിലിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയത്തില്ല. കാരണം ഇത്രയും കൂടി അഗ്രസീവാണ് നമ്മുടെ നാട്ടിലെ ഈ വേവ്സ്. അതുകൊണ്ട് നാട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങ് അഗ്രസീവ് അല്ല. കണ്ടോ, നാട്ടിൽ നമുക്ക് കണ്ടിട്ടില്ലേ, നല്ല കുത്തി അണങ്ങിയിട്ടാണ് നമ്മുടെ തിരമാലകളൊക്കെ വരുന്നത്. ഇതേ കണ്ടോ,
ഇതുണ്ടോ ഇവിടെ ഇത്രയും സമസമത്തിന്, ഇത് സമസമത്തിനല്ല, പക്ഷെ അപ്പുറത്തെ ഭാഗത്ത് സമസമത്തിനാണ് നിൽക്കാറ്. ചില സമയത്ത് സമസമത്തിന് നിൽക്കാറുണ്ട്. അപ്പം ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പുറത്തൊക്കെ സമസമത്തിനാണ് നിൽക്കുന്നത്. അപ്പം എന്നാലും ഇങ്ങനെയാണ് തിരമാലകൾ, കണ്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഡേഞ്ചർ എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ നിന്നൊക്കെ നീന്തി ഇങ്ങനെയൊക്കെ വരാൻ ചെയ്യാം. പിന്നെ അവിടെ ആൾക്കാർ നോക്കാനായിട്ട് ആൾക്കാരുണ്ട്, ലൈഫ് ഗാർഡ്സ് ഉണ്ട്. അപ്പം അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നില്ലേ, അപ്പോൾ അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പം നമ്മളെ എങ്ങാനും അപകടകരമായ സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ അവർ പറയും, വിസിലടിക്കും, അങ്ങോട്ടൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ തന്നെ. പിന്നെ ഇവിടെ വന്ന ബീച്ച് ബോൾസ് അങ്ങനെയൊക്കെ, ബോളൊക്കെ ബീച്ച് ബോൾ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോളൊക്കെ കളിച്ചിരിക്കാം ഫാമിലി ആയിട്ട്. അപ്പുറത്ത് പിക്നിക് സ്പോട്ട് ഉണ്ട്, ആ ഗ്രൗണ്ട് പോലെ കാണുന്നില്ലേ, അതായത് പ്ലേ ഗ്രൗണ്ട് പോലെ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാം. അതാ ഫുഡ് പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ അവിടെ ഹോട്ടൽസ് എല്ലാം ഉണ്ട്, റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസൊക്കെ ഉണ്ട്, അവിടെ നിന്നും ഫുഡ് കഴിക്കാം. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നല്ല കിടിലനായിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാണ്. സമ്മർ ഡേയിലൊക്കെ വരണം കേട്ടോ, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. അല്ലടി മീനു, സമ്മർ ഡേയിൽ വന്നില്ലെങ്കിൽ എന്തായിരിക്കും, നല്ല തണുപ്പായിരിക്കും. ദേ മാമി ടോയ്സൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവളുടെ നാനിയുടെ കൂടെ, കണ്ടോ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. നമുക്കാട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ ഈ വെള്ളക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കാർ വരും, ഒറ്റ പ്രാവശ്യം ഇറങ്ങും, ഒന്നും പൊങ്ങും. അത് കഴിഞ്ഞിട്ട് ഈ സൂര്യൻ്റെ വെയിലടിക്കാൻ വേണ്ടിയിട്ടില്ലേ അവർ വന്നവിടെ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ലേ അവർ എണീറ്റ് പറയാമല്ലോ. ഞാൻ പറയാതെ എനിക്കറിയാലോ അല്ലേ. അതാണ് ഒരു പ്രത്യേകത. നമ്മളാണെങ്കിൽ ഇവിടെ വരും, കളിക്കും, എന്നിട്ട് വെള്ളത്തിലിറങ്ങും, കളിക്കും, തണുത്ത് വരച്ച് കയറി പോകും, തോർത്തി പനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് തോർത്തി കയറി പോകും. അതാണ് നമ്മുടെ സെറ്റപ്പ്. ഇവിടെ ചെറിയ ചെറിയ പായലെല്ലാം വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ നോക്കിയാൽ എന്തിപ്പോൾ വൃത്തിയുള്ള ഒരു ബീച്ചല്ലേ, നല്ല വൃത്തിയാണ്, ഒരു കുഴപ്പമില്ല ഈ ബീച്ചിന്. ഒരു മറ്റേ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മീനുകൾ കാണാട്ടോ. ഈ നമ്മുടെ എന്താടി അതിനെ പറഞ്ഞത്, കൊഴുവ അല്ലേ, അതെ, കൊഴുവ മീൻ പോലത്തെ മീനുകളൊക്കെ നിങ്ങൾക്ക് കാണാട്ടോ. അധികം ഉണ്ടാവും, അറിയില്ല. ക്യാമറ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീനുകളെ ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നു. അപ്പൊ ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്തായാലും, അപ്പൊ നിങ്ങൾക്ക് കാണാൻ ചെയ്യാലോ. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ, കണ്ടോ, പിള്ളേർ വന്നിട്ട് പിള്ളേർ ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതേപോലെ ഒന്ന് എൻജോയ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലേ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാട്ടോ. നമ്മളിവിടെ ഇരുന്നപ്പോഴേ ഇവിടെ കുറച്ച് ഈ വാർത്താന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അത് വന്നാകുന്നുണ്ടോ. അത് വന്നത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൊത്തോന്നറിയില്ല കേട്ടോ. അതാണ് വേറെ സെറ്റപ്പ്. ഇതേത് കണ്ടോ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അത് ഈ പായലാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് പായലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പായൽ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. അപ്പോൾ ഇതേ ഞങ്ങളുടെ ബീച്ചിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. ദേ വാമിക്കുട്ടി ഡ്രസ്സ് ഇടാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. വാമിക്കുട്ടീനെ അതേ ഡ്രസ്സ് ഇടിപ്പിക്കാനായിട്ട് ഒരു അംഗം കഴിഞ്ഞ് നിൽക്കുവാണ്. വാമിക്കുട്ടി ഡ്രസ്സിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പം ഞാനും ഡ്രസ്സ് മാറിയിട്ട് ദേ നമ്മൾ പോവാണ്. അല്ലടി മീനു, അപ്പോൾ ഇന്നത്തെ ഡേ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ. അപ്പം നല്ലതായിരുന്നു. വാമിക്കുട്ടി ഇതൊക്കെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ. അപ്പം ഞാനും ഡ്രസ്സ് മാറിയിട്ടേ നമ്മൾ എന്തെങ്കിലും കഴിക്കണം. ഉച്ച കഴിഞ്ഞു, ഇപ്പോൾ ഒരു 3 മണി 4 മണി ആകാറായിട്ടുണ്ട്. അപ്പം 3 മണി കഴിഞ്ഞു കേട്ടോ. 3 മണി കഴിഞ്ഞു, 4 മണി ആകാറായിട്ടുണ്ട്. അപ്പം നമുക്ക് പയ്യെ വീട്ടിലേക്ക് മൂവ് ചെയ്തേക്കാം. എന്നിട്ട് നാളെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കിടിലം വീഡിയോസ് വരുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും നേരത്തെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ചേസ്.